നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തമിഴ്നാട് നിന്നും കേരളത്തിലേക്ക് വരാൻ പറ്റിയ മെയിൻ ബോർഡറാണ് പൊള്ളാച്ചി വാളയാർ ഹൈവേ. അത്യാവശ്യം ലഹരി മരുന്ന് മറ്റും ഇതുവഴി കടത്താറുണ്ട്. കേരളത്തിലേക്ക് വരാൻ വാളയാർ മാത്രമേ ഒരു ചെക്കിങ്ങും കാര്യവും നടക്കുന്നുള്ളൂ. ലോറികൾക്ക് തമിഴ്നാട്ടിലേക്ക് പോകാൻ ചെക്കിംഗ് വളരെ കുറവാണ്. കഴിഞ്ഞ ദിവസം ധർമ്മപുരിക്കടുത്ത് പാൽക്കോട്ട് എന്ന ഗ്രാമത്തിൽ ഒരു റോഡിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നടൻ ഷൈൻ ടോം ചാക്കോയും കുടുംബം സഞ്ചരിച്ച വാഹനം ബംഗളൂരുവിലേക്കുള്ള യാത്രക്കിടെ ലോറിക്ക് പിന്നിലിടിച്ച് അപകടമുണ്ടായത്. ആ ഒരു യാത്രയിലാണ് ഷൈൻ ടോമിന്റെ പിതാവ് ചാക്കോ മരിച്ചത്. പോലീസ് വന്ന് പരിശോധിച്ചപ്പോൾ ഇതൊരു സാധാരണ അപകടമായിരുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ട് ട്രാക്ക് മാറി ലോറി കയറി? ഇത് ശരിക്കും ഡ്രൈവറുടെ അശ്രദ്ധയാണോ അതോ ഡ്രൈവിംഗിടെ ഉറക്കം വന്നതോ എന്നൊക്കെ സംശയം ഉയർന്നിരുന്നു. പക്ഷേ അത്ര ഹെവി ആയിട്ടുള്ള വാഹനമുള്ള ലോറി പെട്ടെന്ന് ട്രാക്ക് മാറ്റി വാഹനം അപകടത്തിൽപ്പെടുത്തണമെങ്കിൽ തീർച്ചയായും ഇതൊരു ആസൂത്രണം ചെയ്ത ഒരു അപകടമാണോ എന്ന സംശയമൊക്കെ ഉയരുന്നുണ്ട്. ഇതിനു മുൻപും ഇവിടെ സമാനമായ ആക്സിഡന്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചില വാഹനങ്ങൾ മാത്രം ലക്ഷ്യമിട്ട് അതിനെ അപകടത്തിൽപ്പെടുത്തി ആ വാഹനങ്ങളിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളും മറ്റും മോഷ്ടിക്കുന്ന ഒരു മാഫിയ സംഘങ്ങൾ തന്നെ ഇവിടെ വർഷങ്ങളായി തമ്പടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനൊന്നും വലിയ തെളിവുകളൊന്നും കിട്ടാറില്ല. കേസ് അന്വേഷിച്ച പോലീസ് പറയുന്നത് മനഃപൂർവ്വം ട്രാക്ക് മാറ്റി അപകടം ഉണ്ടാക്കിയതാണോ എന്നാണ്. ഇത് ലഹരി മാഫിയ പ്ലാൻ ചെയ്ത ഒരു മർഡർ ആണെന്ന സംശയമാണ് ഈ വാഹനാപകടത്തിന്റെ സൂചനകൾ വെച്ച് പുറത്തു വരുന്നത്. ഷൈൻ ടോം ചാക്കോയെ മുമ്പ് ലഹരി കേസിൽ പലപ്പോഴും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഡി അഡിക്ഷൻ സെന്ററിൽ ട്രീറ്റ്മെന്റിലെടുത്ത് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. മുൻപ് അത്തരമൊരു ലഹരി സംഘത്തിലെ ഒരുവിധപ്പെട്ട എല്ലാവരുമായി ഈ ഷൈന് കണക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നെല്ലാം പുറത്തു വരാൻ ശ്രമിക്കുകയാണ്. ചിലപ്പോൾ ഷൈൻ പൂർണ്ണമായി ലഹരി വിമുക്തനായാൽ അത് ഇത്തരം സംഘങ്ങൾക്ക് മറുഭീഷണിയാകും, അല്ലെങ്കിൽ അവരുടെ വിവരങ്ങൾ എക്സൈസിനും മറ്റും കൈമാറുമെന്ന ഭയത്തിൽ അവർ നടത്തിയ ഒരു ഓപ്പറേഷന്റെ ഭാഗമായിരുന്നു ഇതെന്ന് സംശയിക്കേണ്ടി വരും. ഷൈനിന്റെ എല്ലാ പ്രതിസന്ധികളിലും കൂടെ നിന്നത് പിതാവായിരുന്നു. മകൻ നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് സ്വപ്നം കണ്ടിരുന്നു ആ പിതാവ്. ഈ യാത്ര പോലും അത്തരത്തിലൊരു ചികിത്സയുടെ ഭാഗമായിരുന്നു. ഷൈനിന്റെ വാഹനം ഇടിച്ച അതേ സ്ഥലത്ത് മുമ്പ് താൻ ഉൾപ്പെട്ട നാടക സംഘത്തിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്ന് നടി സ്നേഹ ശ്രീകുമാർ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. അന്നൊരാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചുവെന്നും അവർ ഓർത്തെടുക്കുന്നുണ്ട്. വളരെ ദുഃഖകരമായ വാർത്ത. ആദരാഞ്ജലികൾ. സേലത്തിനടുത്ത് ധർമ്മപുരിയിലാണ് അപകടമെന്ന വാർത്തകളിൽ കണ്ടു. ഇതേ സ്ഥലത്തായിരുന്നു ഛായാമുഖി നാടകം കഴിഞ്ഞ് ബാംഗ്ലൂരിൽ വരുമ്പോൾ ഞങ്ങളുടെ ബസ്സും അപകടത്തിൽപ്പെട്ടത്. അന്നൊരാൾ സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചു, ബാക്കിയുള്ളവർക്ക് പരിക്കുകളും. അന്നു മുതൽ ഈ സ്ഥലത്തുണ്ടാകുന്ന അപകട വാർത്തകൾ കാണുമ്പോൾ ഞെട്ടലോടെ ശ്രദ്ധിക്കാറുണ്ട്. സ്ഥിരം അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമായി എങ്ങനെ മാറിയെന്നും അറിഞ്ഞുകൂടാ. ഈ വാർത്തയും ഞെട്ടിക്കുന്നതാണ്. ഒരാൾ വലിയ വിപത്തിൽ അകപ്പെട്ടപ്പോൾ കൂടെ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ ഒരു കുടുംബം മുഴുവനായാണ് ഇറങ്ങി തിരിച്ചത്. എല്ലാ അച്ഛനമ്മമാരും അങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്നവർക്കായി അങ്ങനെയല്ല, അങ്ങനെ അല്ലാത്തവരെയും കണ്ടിട്ടുണ്ട്. തെറ്റ് പറ്റിയത് കൊണ്ട് ഒരാളെ ക്രൂശിക്കുന്നതിലും വലുതാണ് അതിൽ നിന്ന് മാറി വരാൻ കൂടെ നിൽക്കുന്നത്. അങ്ങനെ ശക്തമായി കൂടെ നിന്ന ഒരു അച്ഛനാണ് പോയത്. ഈ വാർത്തയുടെ അടിയിൽ വന്ന നെഗറ്റീവ് കമന്റ് ഇടുന്നവർക്കാണ് ആദ്യം ചികിത്സ വേണ്ടതെന്നായിരുന്നു സ്നേഹ പറഞ്ഞത്. തൃശ്ശൂരിൽ നിന്ന് കയറിയത് മുതൽ എന്തൊക്കെ തമാശ ഡാഡി പറഞ്ഞു. പാലക്കാട്ട് നിന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. ഇടയ്ക്കൊന്ന് ഞാൻ ഉറങ്ങിപ്പോയി. അപ്പോഴേക്കും ഡാഡി പോയി. ഡാഡിക്ക് എന്നെക്കുറിച്ചായിരുന്നു എപ്പോഴും ആലോചന. എപ്പോഴും എന്നോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഒരു വല്ലാത്ത കാഴ്ചയാണല്ലോ കാണേണ്ടി വന്നതെന്നാണ് വേദനയോടെ നടൻ ഷൈൻ ടോം ചാക്കോ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ലഹരി മുക്ത ചികിത്സയ്ക്ക് വ്യാഴാഴ്ച രാത്രി 10-നാണ് ഷൈൻ കൊച്ചിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പുറപ്പെട്ടത്. തൃശ്ശൂരിലെത്തി മാതാപിതാക്കളെയും സഹോദരനെയും കൂട്ടി പോവുകയായിരുന്നു. ഇടതുവശത്തു കൂടി പോവുകയായിരുന്ന ലോറി പൊടുന്നനെ വലത്തേക്ക് തിരിച്ചപ്പോൾ കാർ പിന്നിലിടിച്ചെന്നാണ് ഡ്രൈവറുടെ മൊഴി. ഡ്രൈവറുടെ സീറ്റിന് പിന്നിലെ സീറ്റിലിരുന്ന ചാക്കോയുടെ തല അപകടത്തിന്റെ ആഘാതത്തിൽ മുന്നിലിടിച്ചു. പിന്നിലെ സീറ്റിൽ കിടക്കുകയായിരുന്നു ഷൈൻ. ധർമ്മപുരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച ഷൈനിന് ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചുവെങ്കിലും 4 ദിവസം അവിടെ തങ്ങേണ്ടി വരുമെന്നതിനാൽ നാട്ടിലേക്ക് പോകണമെന്ന് തീരുമാനിക്കുകയായിരുന്നു. മുന്നിൽ പോവുകയായിരുന്ന ലോറി പെട്ടെന്ന് ഇടത് ലൈനിലേക്ക് കയറിയതോടെ ഒന്നും ചെയ്യാനായില്ലെന്നും അതാണ് അപകടത്തിന് കാരണമെന്നുമാണ് നടൻ ഷൈൻ ടോം ചാക്കോയുടെ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ അനീഷ് പറയുന്നത്. വെള്ളിയാഴ്ച രാവിലെ ഉണ്ടായ കാർ അപകടത്തിൽ ഷൈനിന്റെ പിതാവ് CP ചാക്കോ മരിക്കുകയും കുടുംബാംഗങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുകയായിരുന്നു. ഷൈനിന്റെ ചികിത്സാർത്ഥം വ്യാഴാഴ്ച രാത്രി 11 മണിയോടെയാണ് ഇവർ കൊച്ചിയിൽ നിന്ന് ബംഗളൂരിലേക്ക് പുറപ്പെട്ടത്. കാറിന്റെ ഡ്രൈവർ സീറ്റിന് പിന്നിലായാണ് ഷൈനിന്റെ പിതാവ് ഇരുന്നത്. സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നില്ല. കാർ ഇടിച്ചതോടെ മുന്നിലെ സീറ്റിൽ തല വന്ന് ഇടിച്ചതാണ് മരണകാരണമെന്നാണ് കരുതുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലേക്ക് കൊണ്ടുവന്ന മൃതദേഹം തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് സൂക്ഷിക്കുന്നത്. വിദേശത്തുള്ള പെൺമക്കൾ എത്തിയ ശേഷമാകും സംസ്കാരം. പുതിയതായി നിർമ്മിച്ച ദേശീയപാത 844-ലൂടെയായിരുന്നു ഷൈനിന്റെയും കുടുംബത്തിന്റെയും യാത്ര. ധർമ്മപുരിയെയും ഹൊസൂറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയാണിത്. രാവിലെ ആയതുകൊണ്ട് തന്നെ തിരക്ക് കുറവായിരുന്നുവെന്നും 60-80 കിലോമീറ്റർ സ്പീഡിലാണ് വാഹനങ്ങൾ പോയിരുന്നതെന്നും അനീഷ് പറയുന്നു. പാലക്കോട്ട് എത്തിയതോടെ മുന്നിൽ വലതുവശത്തു കൂടി പോവുകയെന്ന ലോറി മുന്നറിയിപ്പില്ലാതെ ഇടതു ലൈനിലേക്ക് കയറി. പൊടുന്നനെ ലോറി കയറിയത് കണ്ടതും ചവിട്ടിയെന്നും എന്നാൽ കാർ നിന്നില്ലെന്നും അനീഷ് പറയുന്നു. കാർ ലോറിക്ക് പിന്നിൽ ഇടിച്ച് റോഡിലൂടെ ഉരസി വലതുവശത്തേക്ക് പോവുകയാണ് നിന്നത്.
അപകടമുണ്ടായ ശേഷം ലോറി നിർത്തിയോ പോയോ എന്നൊന്നും നോക്കാൻ പറ്റിയില്ല. എല്ലാവർക്കും പരിക്കേറ്റ അവസ്ഥയിലായിരുന്നു. അതുവഴി വന്ന 2 മലയാളി യുവാക്കളാണ് അവരുടെ കാറിൽ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചാക്കോയ്ക്ക് ജീവനുണ്ടായിരുന്നുവെന്നും എന്നാൽ വൈകാതെ മരിച്ചുവെന്നുമാണ് അനീഷ് പറഞ്ഞത്. വെള്ളിയാഴ്ച ഉച്ചയോടെ 3 മണിയോടെ ധർമ്മപുരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചാക്കോയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. പിതാവിന്റെ മൃതദേഹത്തിനൊപ്പം ഷൈനും അമ്മയും സഹോദരനും നാട്ടിലേക്ക് വരികയായിരുന്നു. ഷൈനിന്റെ ഇടതു കൈക്ക് പൊട്ടലുള്ളതിനാൽ ശസ്ത്രക്രിയ നടത്തണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടെങ്കിലും തൃശൂരിൽ നടത്താമെന്ന് ഷൈൻ പറഞ്ഞു. ഡോക്ടർമാർ നിർബന്ധിച്ചിട്ടും ഷൈൻ വഴങ്ങിയില്ലെന്നാണ് വിവരം. ആശുപത്രിയിൽ പിതാവിന്റെ മൃതദേഹം കണ്ടതോടെ ഷൈൻ കെട്ടിപ്പിടിച്ച് വാവിട്ട് കരയുകയായിരുന്നു. ഷൈനിന്റെ മാനേജറായും പ്രവർത്തിച്ചിരുന്നത് പിതാവ് ചാക്കോ തന്നെ. അപകടശേഷം ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ചാക്കോ മരിച്ചു. അപകടത്തിൽ ലോറി ഡ്രൈവറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട കാറും ലോറിയും ധർമ്മപുരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഷൈൻ ടോം ചാക്കോയെ ആശുപത്രിയിൽ സന്ദർശിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയാണ് സുരേഷ് ഗോപി ഷൈനിനെ കണ്ടത്. പിതാവിന്റെ മരണത്തിലുള്ള ദുഃഖം പങ്കുവച്ച താരം ഷൈനിന്റെ ചികിത്സാ വിവരങ്ങളും തിരക്കി. പിതാവ് ചാക്കോയുടെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷമാകും ഷൈനിന്റെ സർജറി എന്നും സഹോദരിമാർ ഇന്ന് രാത്രി എത്തിച്ചേരുമെന്നും സന്ദർശനത്തിന് ശേഷം സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പിതാവ് മരിച്ച വിവരം അമ്മയെ അറിയിച്ചിട്ടില്ല. അമ്മയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയില്ല. ചെറിയ പരുക്കുകളേ ഉള്ളൂ. ഡോക്ടർമാരുമായി സംസാരിച്ചു. ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും ഷൈനിന്റെ സർജറി. എന്താണ് സംഭവിച്ചതെന്ന് ഇവർ പറഞ്ഞത് ഒരു ലോറി ആ സ്പോട്ടിൽ ഇടിച്ചു സ്റ്റിയറിംഗ് ലോക്കായി ഇവരുടെ വണ്ടിയിൽ പുറകുവശത്ത് ഇടിച്ചുവെന്നാണ്. മുൻപിൽ ഇരിക്കുന്ന 2 പേർക്ക് പരിക്കില്ല. പുറകിൽ നിന്ന് 3 പേർക്കാണ് പരിക്കേറ്റത്. രാത്രി ഷൈനിന്റെ ചേച്ചിമാരെത്തും. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമാകും സംസ്കാരം എന്നാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത്. ഷൈനിന്റെ എല്ലാ കുസൃതികൾക്കും നമ്മൾ ചിരിച്ചിട്ടുണ്ട്, ദേഷ്യം പിടിച്ചിട്ടുണ്ട്, ഉപദേശിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്, കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് ഷൈനിന് നമ്മുടെ എല്ലാം പിന്തുണ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയമാണെന്ന് അറിയാമല്ലോ. സോഷ്യൽ മീഡിയയുടെ സ്വഭാവവും ട്രെൻഡും സംഭവിക്കുന്ന കാര്യങ്ങളുമെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങളുടെ എല്ലാ പിന്തുണ വളരെ ശക്തമായി ആ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ ആവശ്യമാണെന്നായിരുന്നു ആസിഫ് അലി പ്രതികരിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.